മല്ലിച്ചെപ്പിലേക്ക് സ്വാഗതം. ഇന്ന് ഈസി ആയിട്ട് കുക്കറിൽ എങ്ങനെ ചോറ് വയ്ക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. ഇതിൽ 3/4 പാത്രം വെള്ളം എടുക്കണം. എന്നിട്ട് വൃത്തിയായി കഴുകി വച്ചിരിക്കുന്ന അരി ഇതിലിട്ടിട്ട് നന്നായി ഇളക്കുക. അരി വൃത്തിയായി കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിലേക്ക് ഇടാം. കുക്കർ അടുപ്പിൽ വെച്ചു. അരി ഇട്ടതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കുക. അതിനുശേഷം അടച്ചിട്ട് കുക്കർ വിസിൽ വന്നിട്ടുണ്ട്. വിസിൽ വന്നത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതാ ഫസ്റ്റ് ഇത് വന്നപ്പോൾ തന്നെ ഞാൻ ഓഫ് ചെയ്യാണ്. ഒരു തന്നെ തണുക്കണം. തന്നെ തണുത്ത് കഴിയുമ്പോൾ വിസിലെല്ലാം പോയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് ഇതാ വിസിലെല്ലാം പോയി കണ്ടോ. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇതാ ഇപ്പം ഇത് നോക്കുക, ചോറ് ഉണ്ട്. ഇത് ഇത്തിരി കൂടിയ ചോറാണ്, അതുകൊണ്ട് ഇതാ ഇത്രേ വെന്തിട്ടുള്ളൂ കണ്ടോ. ഒന്നും കൂടി നമുക്ക് അടച്ചു ഒരു വിസിലും കൂടി വയ്ക്കാം. ഇതാ കുക്കർ വിസിൽ വന്നു. 10 മിനിറ്റ് കഴിഞ്ഞ് വിസിൽ വന്നു. നമ്മൾ റെഡിയായ ഇത് തുറക്കാൻ പോവുകയാണ്. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് തുറക്കുവാണ്. തുറക്കുമ്പോൾ നമുക്ക് ചോറ് വെന്തോന്ന് നോക്കാം. വിസിൽ കംപ്ലീറ്റ് പോയോന്ന് നോക്കിയിട്ട് വേണം തുറക്കാൻ. ഇതാ നമ്മുടെ ചോറ് റെഡിയാണ് കണ്ട. കറക്റ്റ് വേവായി കണ്ട. സോഫ്റ്റ് ചോറായിട്ടുണ്ട്. ഒന്നിലൊന്നും ഒട്ടി പിടിച്ചിട്ടില്ല. എല്ലാം കറക്റ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന്, ഇത് എങ്ങനെ ഊറ്റണേന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ ഇതൊരു പാത്രത്തിലേക്ക് നമ്മൾ ഇങ്ങനെ ചരിച്ച്, അത് ചൂടെല്ലാം നോക്കണം, തെറിക്കരുത് മുഖത്തേക്ക്. വളരെ നീക്കി കഴിയുമെങ്കിൽ വാഷ് ബേസിൻ അവിടെ കാണിക്കാം. ചെയ്യണം. ആദ്യം തന്നെ വെള്ളം ഇങ്ങനെ പതുക്കെ ഊറ്റി കൊടുക്കുക. അല്ല ഇങ്ങനെ ഊറ്റി കൊടുക്കുക. ആദ്യമൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും, വേവ് കുറയുക കൂടുക, അതൊക്കെ പിന്നീട് ശരിയായിക്കോളും. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടോ, അതിന് കറക്റ്റായ ഒരു മൂടി എടുക്കണം. കറക്റ്റായിട്ട് വാർന്നു പോകാൻ കരുതി ഒരു മൂടി എടുക്കണം. വാങ്ങി കറക്റ്റായിട്ടുള്ളൊരു മൂടി എടുക്കുക. എന്നിട്ട് അതിന് സൂട്ടായ ഒരു പാത്രത്തിലേക്ക് നമ്മൾ എനിക്ക് കൈയൊക്കെ വെച്ച് ചെയ്യാം, പക്ഷെ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങൾ നല്ലൊരു ഇതെടുക്കുക. അത് വെച്ചിട്ട് ഇതിങ്ങനെ വയ്ക്കുക. ഉണ്ടോ, വെള്ളം വാർന്നു പോകും. വാർന്നു പോകുമ്പോൾ നിറയെ വെള്ളം ആവരുത്. അപ്പോൾ ചോറ് കെട്ടി നിന്ന് കുഴഞ്ഞു ഇങ്ങനെ കളി കെട്ടി പോലെയാവും. അതുകൊണ്ട് തന്നെ ഒന്നും കൂടി പൊക്കി നോക്കിയിട്ട് ഇതിലുള്ള വെള്ളം കംപ്ലീറ്റ് നമ്മൾ മാറ്റി കൊടുക്കണം. ഉണ്ടോ, ഇങ്ങനെയാണ് ചോറ്. ഇതൊന്നും അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ അപ്പോൾ വെച്ച് ചോറ് ഊറ്റണ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റിയാലും മതി. നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് കണ്ടോ. നല്ല ഉതിരി പോലെ. കുക്കറിൽ വെച്ച് ചോറാന്ന് ആരും പറയില്ല. അതേപോലെ